നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒമാനിലെ വിദേശ നിക്ഷേപകരിൽ ഇന്ത്യൻ സ്ഥാപനങ്ങൾ മുന്നിലെന്ന് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ സംഘടിപ്പിച്ച വ്യാപാര വ്യവസായ സംഗമത്തിലാണ് കണക്കുകൾ വെളിപ്പെടുത്തിയതായുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തോതിൽ 6.7% വർധനവ് രേഖപ്പെടുത്തിയതായി സ്പെഷ്യൽ എക്കണോമിക് സോൺ അധ്യക്ഷൻ യാഹ്യ സയ്യിദ് അൽ ജബരി അറിയിക്കുകയുണ്ടായി. അങ്ങനെ 2017 ഒമാനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര തോത് $4 ബില്യൺ ആയിരുന്നു. 2018 ഇത് $6.7 ബില്യൺ ഉയർന്നുവെന്നാണ് കണക്കുകൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നത്. ഒമാൻ വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്നുമായി 3200-ലധികം സ്ഥാപനങ്ങളും സംരംഭകരുമാണ് ഒമാനിലെ വ്യാപാര വ്യവസായ രംഗത്ത് നിലനിൽക്കുന്നത് തന്നെ. ഇരുമ്പ്, സ്റ്റീൽ, സിമന്റ്, വളം, കേബിൾ, കെമിക്കൽസ്, തുണിത്തരങ്ങൾ എന്നീ മേഖലകളിലാണ് ഇന്ത്യൻ കമ്പനികൾ സോഹാർ, സലാല, ദുഃഖം എന്നിവിടങ്ങളിലെ ഫ്രീ സോണുകളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നതും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങൾ എല്ലാ മേഖലയിലും നിലനിർത്തി പോരുന്ന ധാരണകൾ വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നുവെന്ന് ദുഃഖം സ്പെഷ്യൽ എക്കണോമിക് സോൺ അധ്യക്ഷൻ യാഹ്യ സയ്യിദ് അൽ ജബരി പറയുകയുണ്ടായി. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര വ്യവസായ മേഖല മെച്ചപ്പെടുത്തുന്നതിന്റെ പ്രധാന ഘടകം എന്നത് രാജ്യങ്ങളുടെ വ്യോമ നാവിക തുറമുഖങ്ങൾ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നത് തന്നെയാണ്. പ്രധാന ഘടകമാണെന്ന് സംഗമത്തിൽ പങ്കെടുത്ത ഗുജറാത്ത് ഊർജ മന്ത്രി സൗരഭ് ഭായ് പാട്ടേൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ സ്ഥാനപതിയോടൊപ്പം ഒമാനിലെയും ഇന്ത്യയിൽ നിന്നുള്ള 250-ലധികം വ്യാപാരി വ്യവസായികൾ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. ഏറ്റവും അടുത്ത വ്യാപാര ബന്ധം പുലർത്തുന്ന പ്രവാസികളുടെ സ്വന്തം ഒമാൻ ഇപ്പോൾ ഇന്ത്യയോടൊപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്നു. ഇങ്ങനെ ഇവർ തമ്മിലുള്ള വ്യാപാര ബന്ധം പുലർത്തുന്നതിൽ പ്രവാസികൾക്ക് ഒരു മുഖ്യ പങ്ക് തന്നെ ഉണ്ടെന്ന് കണക്കാക്കണം. അതിനാൽ തന്നെ ഈ വിജയം പ്രവാസികളുടെ കരങ്ങളിൽ ഭദ്രമാണ്. ഇനി ഇത് തുടരുക തന്നെ ചെയ്യും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.